ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എപ്പോഴും പാലിക്കാൻ ശ്രമിക്കണമെന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിലേക്ക് ഏത് നിമിഷവും നമുക്കൊക്കെ തിരിച്ചു പോകേണ്ടി വരുമെന്നും നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം ഇന്ന് അതിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തോടുള്ള സ്നേഹവും അതിനോടുള്ള ബഹുമാനവും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ പങ്ക് അന്ന് ജീവിച്ചിരുന്ന ജനസംഖ്യയുടെ ഒരു ശതമാനം പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച മുസ്ലിങ്ങളുടെ ശതമാനവും മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്ന വിവിധ മറ്റു ചില മതങ്ങളിലെ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷികളായ ആളുകളുടെ ശതമാനവും നോക്കിയാൽ വളരെ കുറഞ്ഞ ശതമാനമായിട്ട് മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് പോലും സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകളുടെ ശതമാനം മുസ്ലിങ്ങളിൽ കൂടുതലാണ് എന്ന് കാണാം. എന്തുകൊണ്ട് ഇത് എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമാണ്. മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അവരുടെ ഈമാനിന്റെ ഭാഗം കൂടിയാണ് എന്നതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നാണ് അതിൻ്റെ ഉത്തരം. പ്രവാചകന്റെ കാലത്ത് തന്നെ ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, കൊടുങ്ങല്ലൂരിൽ മാലിക് ബിൻ ദീനാറും കൂട്ടരും കപ്പൽ വന്നിറങ്ങിയതും അവിടെ അവർ താമസമാക്കിയതും പ്രബോധനം തുടങ്ങിയതുമൊക്കെ ഹിജറ 5 എന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരെ കാണാൻ കഴിയും. ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് കച്ചവടക്കാരിലൂടെയാണ് ഇസ്ലാം കടന്നു വന്നത് എന്ന് പറയുമ്പോൾ തന്നെ പല ചരിത്രകാരന്മാരും ഉത്തരേന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നത് ഭരണാധികാരികളിലൂടെ അല്ലെങ്കിൽ ആക്രമണങ്ങളിലൂടെ ആയിരുന്നു എന്ന് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. അതിന് പറയാറുള്ളത് മുഹമ്മദ് ബിൻ ഖാസിമിന്റെ സിന്ധ് ആക്രമണമാണ്. സത്യത്തിൽ മുഹമ്മദ് ബിൻ ഖാസിം സിന്ധിനെ ആക്രമിച്ചത് ഇസ്ലാം പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമികമായ താല്പര്യം മുൻനിർത്തിയോ ഒന്നുമല്ല എന്നുള്ളതാണ് ചരിത്രം. അന്ന് ശ്രീലങ്കൻ രാജാവ് ഹജ്ജാജ് ബിൻ യൂസുഫിന് കൊടുത്തയച്ചിരുന്ന സമ്മാനങ്ങൾ സിന്ധ് രാജ്യത്തിലെ പല ആളുകളും കൊള്ളയടിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മകളുടെ ഭർത്താവ് കൂടിയായിരുന്ന മുഹമ്മദ് ബിൻ ഖാസിം അസ്സഖഫി എന്ന് പറയുന്ന യോദ്ധാവ് ഇന്ത്യയിൽ എത്തുന്നതും അങ്ങനെ സിന്ധ് ആക്രമിക്കുന്നതും. അത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നു എന്നതാണ് സത്യം. അതല്ലാതെ തങ്ങൾ ഭരിച്ച പ്രദേശങ്ങളിലെല്ലാം നിർബന്ധപൂർവം ഇസ്ലാമിലേക്ക് ആളുകളെ പരിവർത്തിപ്പിച്ച ഒരു ചരിത്രം ഇന്ത്യയിൽ നമുക്ക് വായിക്കാൻ കഴിയില്ല. ഗുജറാത്തിൽ 200 കൊല്ലം മുസ്ലിം ഭരണം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ഒട്ടുക്കും മുഗളന്മാരായിട്ടും മറ്റ് ഭരണാധികാരികളുമായിട്ടും 800 കൊല്ലത്തോളം ഇസ്ലാമിക ഭരണമുണ്ടായി, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭരണമുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എത്രയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഭരണാധികാരികൾ ഒരിക്കലും മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാമിലേക്ക് ജനങ്ങളെ നിർബന്ധപൂർവം പരിവർത്തിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രപരമായ ഒരു വസ്തുത. പക്ഷേ ഇന്ത്യയിൽ ഇസ്ലാം വളരെ വേഗത്തിൽ പ്രചരിച്ചു എന്നതൊരു സത്യമാണ്. അതിന് ഇന്ത്യയിൽ അക്കാലത്ത് പ്രത്യേകിച്ച് നിലനിന്നിരുന്ന സാഹചര്യങ്ങളാണ് അതിലേക്ക് എത്തിയത് എന്നതാണ്
സത്യസന്ധമായ വസ്തുത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്, മനുഷ്യരെ വിവിധ തട്ടുകളാക്കി നിശ്ചയിച്ച് ഉന്നത വിഭാഗങ്ങൾക്ക് മാത്രം സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം നൽകുകയും ബാക്കിയുള്ള മനുഷ്യരെ മുഴുവൻ അടിമകളെ പോലെ പരിഗണിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം കടന്നു വരുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി അടിമയും യജമാനനുമില്ലാത്ത, അല്ലെങ്കിൽ അടിമയും ഉടമയുമില്ലാത്ത, ഉയർന്നവനും താഴ്ന്നവനുമില്ലാത്ത, എല്ലാവർക്കും തുല്യത അനുഭവപ്പെടുന്ന ഒരു പ്രതീതി ആളുകൾക്കിടയിൽ ഉണ്ടായത് കൊണ്ടാണ് ഇസ്ലാമിലേക്ക് അക്കാലത്ത് കൂടുതൽ ആളുകൾ കടന്നു വന്നത് എന്നുള്ളത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. മാത്രമല്ല, അന്നത്തെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ചൂഷണത്തിൻ്റെതായിരുന്നു. ചില പുരോഹിതന്മാരുടെയും അല്ലെങ്കിൽ ചില മതമേലാളന്മാരുടെയും അവർക്ക് കാണിക്കകൾ നൽകിയാൽ, അവർക്ക് അവരുടെ താല്പര്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ മാത്രമാണ് സാധാരണക്കാരായ ആളുകൾക്ക് ദൈവത്തിലേക്ക് എത്താൻ കഴിയൂ എന്നാണ്. അത്തരത്തിലുള്ള മതം ചൂഷണമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്ത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് തൻ്റെ ദൈവത്തെ, അല്ലെ താൻ വിശ്വസിക്കുന്ന രക്ഷിതാവിനെ ആരാധിക്കാൻ മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക ചൂഷണമോ അതല്ലെങ്കിൽ ആധികാരിക ചൂഷണമോ ഇല്ലാതിരുന്നു എന്നതും അന്ന് ഇസ്ലാം പ്രചരിക്കാൻ ഏറ്റവും വലിയ ഒരു കാരണമായിരുന്നു. മാത്രമല്ല, അന്ന് അറിവ് നേടാനുള്ള സ്വാതന്ത്ര്യം പോലും സമൂഹത്തിലെ താഴ്ന്ന ജാതികൾക്ക് ഉണ്ടായിരുന്നില്ല. ഉന്നത ജാതികൾക്ക് മാത്രമാണ് അറിവ് നേടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. ഇസ്ലാം അറിവിന്റെ വാതിലുകൾ മുഴുവൻ മനുഷ്യരുടെ മുമ്പിലും തുറന്നു വെച്ചപ്പോഴാണ് ആളുകൾ ഇസ്ലാമിലേക്ക് ഇന്ത്യയിലൊക്കെ കൂട്ടത്തോടെ കടന്നു വന്നത് എന്നത് ചരിത്രത്തിന്റെ മറ്റൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയാത്ത ദുരാചാരങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു അന്നത്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ നിർബന്ധപൂർവം ആ ഭർത്താവിന്റെ ചിതയിൽ കിടന്ന് വെന്തെരിയണമെന്നതായിരുന്നു മതത്തിന്റെ നിയമം ഒരു കാലത്ത്. പക്ഷെ ഇസ്ലാം അത്തരത്തിലുള്ള ദുരാചാരങ്ങളെ ഒക്കെ നിരാകരിച്ചത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഇസ്ലാമിലേക്ക് ആളുകൾ വന്നു എന്നുള്ളത്, കൂട്ടത്തോടെ വന്നു എന്നുള്ളത് ഒരു സത്യമാണ്. കൊച്ചു കേരളത്തിൽ പോലും അന്നത്തെ കവികൾ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. തൊട്ടുകൂടാത്തവർ, തിണ്ടിക്കൂടാത്തവർ എന്നൊക്കെ പറഞ്ഞ് കുമാരനാശാൻ അക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ആ ദൃഷ്ടിയിൽ പെട്ടാൽ പോലും ദോഷമുള്ളോർ, അങ്ങനെയുള്ള ആളുകൾ ഒന്ന് തൊപ്പിയിട്ട് മുസ്ലിമായാൽ ചിത്രമവനെത്തി ചാരത്തിരുന്നിടാം, ഇരുന്നിടാം ഒറ്റും പേടിക്കേണ്ട നമ്പുരാരെ എന്നാണ് കുമാരനാശൻ പാടിയത്. ഇവിടെ നടന്നിരുന്ന ജാതിയുടെ ആ ഭീകര മുഖത്തെ കുറിച്ചാണ്. അത്തരം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നാൽ അവർ സമന്മാരായി മനുഷ്യരെ കാണുന്നു എന്നുള്ളത് അന്ന് വലിയ ഒരു സംഭവമായിട്ട് ലോകത്ത് നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ മാത്രമല്ല, ആഫ്രിക്കൻ നാടുകളിലും അതേപോലെ തന്നെ ഏഷ്യൻ നാടുകളിലുമൊക്കെ ഇസ്ലാം വളരെ വേഗത്തിൽ പ്രചരിക്കാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യവും അവിടെ ഉണ്ടായിരുന്ന അടിമകളും ഉടമകളും എന്നുള്ളതായിരുന്നു. മനുഷ്യരെ ചില ആളുകൾ അടിമകളാക്കി വെച്ചിരുന്ന ഒരു മൃഗീയ കാലഘട്ടമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അമേരിക്കയിൽ പോലും എബ്രഹാം ലിങ്കൻ വന്നിട്ടാണല്ലോ അടിമ സമ്പ്രദായം നിർത്തലാക്കുന്നത്. അതുവരെയും ലോകത്ത് മനുഷ്യനെ അടിമകളാക്കി വെക്കുന്ന വളരെ കിരാതമായ നിയമങ്ങൾ നിലനിന്നിരുന്നു എന്നതാണ്. ആ സമയം ഇസ്ലാം അടിമകളെ ഇല്ലായ്മ ചെയ്യാനുള്ള വഴികളാണ് തുറന്നുവിട്ടത്. നമുക്കറിയാം, ഇസ്ലാമിക പ്രവാചകന്റെ കാലഘട്ടത്തെ അടിമ സമ്പ്രദായം എന്നത് ലോകാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ യുദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്നവർ, ആ യുദ്ധത്തിൽ ജയിക്കുന്ന ആളുകൾ ആ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന തടവുകാരെ അടിമകളാക്കി മാറ്റുക എന്നുള്ളത് അന്നത്തെ നീതിയാണ്, അല്ലെങ്കിൽ അന്ന് ലോകം അംഗീകരിച്ചൊരു വസ്തുതയാണ്. അപ്പൊ സ്വാഭാവികമായും അത്തരം ഒരു യുദ്ധമുണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ ജയിക്കുന്ന യുദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്നവരൊക്കെ സ്വതന്ത്രമാക്കി വിടുകയും അമുസ്ലിങ്ങൾ ജയിക്കുന്ന യുദ്ധങ്ങളിൽ പിടിക്കുന്ന മുസ്ലിങ്ങളെയൊക്കെ തടവുകാരെ അടിമകളാക്കി മാറ്റപ്പെടുകയും സാഹചര്യമാണ് വരുന്നത് എങ്കിൽ, അഥവാ ഒരു ഇൻബാലൻസ്ഡ് സിസ്റ്റം ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇസ്ലാം അടിമ സമ്പ്രദായത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഉള്ള അടിമകളെ പരമാവധി മോചിപ്പിക്കാവുന്ന സംവിധാനങ്ങൾ ഇസ്ലാമിൽ ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ നിയമങ്ങളിലുമൊക്കെ ഒരുപാട് ഈ ഹദ്ദുകൾ, അതല്ലെങ്കിൽ
പിന്നെ തെറ്റ് ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷാ നടപടികൾ പറയുന്നിടത്ത് പല കാര്യങ്ങളിലും പറഞ്ഞത് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോ നോമ്പ് നോറ്റ ഒരു വ്യക്തി പകൽ സമയം തന്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് മഹാപാപമാണ്, അള്ളാഹു വിലക്കിയതാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിന് പരിഹാരമായി നിശ്ചയിച്ചത് ഒരു അടിമയെ മോചിപ്പിക്കണമെന്നാണ്. ഒരാൾ മറ്റൊരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ ഹീനമായ പ്രവൃത്തിയാണ്. അതിന് അങ്ങനെ സംഭവിച്ചു പോയാൽ, അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയാൽ പോലും അതിന് കുറെ പരിഹാരം പറയുന്നിടത്ത് ഒന്നുകിൽ അത് പ്രതിക്രിയ നടത്തണം, അല്ലെങ്കിൽ അതിന്റെ ബന്ധുക്കൾക്ക്, ആ കൊല്ലപ്പെട്ട ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അതിൽ ഒരു പരിഹാരം പറഞ്ഞത് അടിമയെ മോചിപ്പിക്കണമെന്നാണ്. അടിമമോചനത്തെയാണ് അവിടെ ഇസ്ലാം പിന്നെ ഒരു പരിഹാരമായി നിർദ്ദേശിച്ചത്. അങ്ങനെ ഒരുപാട് തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി നിശ്ചയിച്ചത് നിലവിലുള്ള അടിമകളെയൊക്കെ മോചിപ്പിക്കണം. അങ്ങനെ അടിമകളില്ലാത്ത എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സാമൂഹിക ക്രമം ഉണ്ടാവണം എന്നുള്ള നിലക്ക് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളാണ് ഇസ്ലാം നടപ്പിലാക്കിയത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഒരുപാട് ശിക്ഷാവിധികളിൽ ഈ നിയമം ഇസ്ലാം നടപ്പിലാക്കിയത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇസ്ലാം എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ഇന്നാ ഖലഖനാകും മിൻ ദഖരി വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. മനുഷ്യരെ മുഴുവൻ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെ ആക്കി തിരിച്ചത് അവർക്കൊരു മേൽവിലാസം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. ഇന്നാ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുത്ത് ഏതൊരു മനുഷ്യനും മഹാനാകുന്നത് ആ മനുഷ്യനിൽ കുടികൊള്ളുന്ന നല്ല ചിന്ത കൊണ്ടും ധാർമ്മികത കൊണ്ടും തെക്കുവ കൊണ്ടുമാണ് എന്ന് വ്യക്തമായിട്ട് ഇസ്ലാം പഠിപ്പിച്ച ഒരു വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ജാതിയുടെയോ അല്ലെങ്കിൽ അടിമ ഉടമയുടെയോ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്. പിൽക്കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന അടിമ സമ്പ്രദായത്തിലൂടെ കടന്നു വന്ന അടിമയും ഉടമയും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ചില ആളുകൾ ചില വൈകാരിക നിമിഷങ്ങളിൽ ചില സഹോദരന്മാരെ അടിമയുടെ മകനെ എന്ന് വിളിച്ച സമയത്ത് പ്രവാചകൻ അവരെ ശകാരിച്ച ചരിത്രം ഹദീസിൽ കാണാം. അത്തഹബ്ബത്തന്നാസ്, എപ്പോഴാണ് നീ ഈ മനുഷ്യരൊക്കെ നീ അടിമകളാക്കിയത്? വഖദ് വലദത്തുഹും ഉമ്മഹാത്തുഹും അഹറാറ, അവരുടെ ഉമ്മമാര് പ്രസവിച്ചത് സ്വതന്ത്രരായിട്ടാണല്ലോ എന്ന് പറഞ്ഞ് പ്രവാചകൻ ശകാരിക്കുന്നുണ്ട്. അപ്പൊ അടിമ സമ്പ്രദായത്തെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി എന്ന് മാത്രമല്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകി. എല്ലാ നിലക്കുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും വലുത് വിശ്വാസ സ്വാതന്ത്ര്യമാണ്. ഇസ്ലാം വിശ്വസിക്കാനും പ്രവാചകനെ അംഗീകരിക്കാനും ഒരു വിശ്വാസിക്ക് ഒരാൾക്ക് സ്വാതന്ത്ര്യമുള്ളത് പോലെ തന്നെ അത് തള്ളിക്കളയാനുമുള്ള സ്വാതന്ത്ര്യവും അള്ളാഹു മനുഷ്യന് നൽകി എന്നുള്ളതാണ്. അത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് വിശ്വാസപരമായ സ്വാതന്ത്ര്യം. അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നുള്ളത്. പ്രവാചകന്റെ ദൗത്യമായി പറഞ്ഞത് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, വരും വരായ്മകൾ അവരെ അറിയിക്കുക, ഈ വഴിയിലൂടെ പോയാലുണ്ടാകുന്ന നേട്ടം അവർക്ക് ബോധ്യപ്പെടുത്തുക, മറ്റു വഴി തെരഞ്ഞെടുത്താൽ വരാനിരിക്കുന്ന ഭവിഷ്യത്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകുക. ഈ ദൗത്യമാണ് പ്രവാചകൻ നിർവഹിക്കാനുള്ളത്. ഫമൻ ഷാഅ ഫൽയുമിൻ, എന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് അംഗീകരിക്കാം, വമൻ ഷാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവർക്ക് തള്ളിക്കളയാം. തള്ളിക്കളഞ്ഞവർക്ക് ഉണ്ടാകാൻ പോകുന്ന ദുരന്തം ഇതാണ് എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുക. ഇതാണ് പ്രവാചകന്മാർ നയിച്ച ഒരു സന്ദേശം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതം സ്വീകരിക്കാൻ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന് നിർബന്ധിക്കാൻ മതത്തിൽ യാതൊരു പ്രൊവിഷനുമില്ല എന്നാണ്. സത്യവും അസത്യവും വേർതിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ബുദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ട്. മനുഷ്യൻ അത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു മുഴുവൻ മനുഷ്യരെയും ഒരേപോലെ സൃഷ്ടിക്കാൻ, ഒരേ വിശ്വാസികളായി മാത്രം മാറ്റാൻ, മലക്കുകളെ പോലെയുള്ള ഒരു വർഗമാക്കി മാറ്റാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും വിശ്വാസികളായിട്ട് തന്നെ ഇവിടെ ജീവിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിരിക്കെ പ്രവാചകനോട് അള്ളാഹ് ചോദിക്കുന്നു, അഫ അന്ത തുക്രിഹുന്നാസ, നീ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? ഹത്തായകൂനു മുഅ്മിനീൻ, അവരെല്ലാവരും മുഅ്മിനുകളാവണമെന്ന്? അങ്ങനെയില്ല. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും മഹത്തായ ഒരു വിശ്വാസ സ്വാതന്ത്ര്യം. വിശ്വാസ സ്വാതന്ത്ര്യം മാത്രമല്ല, മറ്റ് സമൂഹങ്ങൾ ജനങ്ങൾക്ക് അനുവദിക്കാതിരുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം അത് ഇസ്ലാം മനുഷ്യർക്ക് വകവെച്ചു കൊടുത്തു. അവന് ഇഷ്ടമുള്ളത് സമ്പാദിക്കാനും അത് ചെലവഴിക്കാനുമുള്ള
സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിച്ചു കൊടുത്തു. അതിന് സമ്പാദിക്കുമ്പോൾ അത് വിഹിതമായ മാർഗമാവണം എന്ന് പ്രത്യേകം പഠിപ്പിച്ചു എന്ന് മാത്രം. ചെലവഴിക്കേണ്ടതിന്റെ അതിന്റെ രീതി എങ്ങനെയായിരിക്കണമെന്ന് അവരെ അറിയിച്ചു എന്ന് മാത്രം. അതേപോലെ തന്നെ സമ്പത്ത് കൈകാര്യം ചെയ്യൽ മാത്രമല്ല, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ന് സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്നത് സത്യത്തിൽ നാം ആരും അനുഭവിക്കാത്തതാണ്. നമ്മുടെ മുൻ തലമുറക്കത് അറിയാം എത്രമാത്രം അവർ അസ്വാതന്ത്ര്യരായിരുന്നു എന്ന്. അന്ന് കവികളൊക്കെ പാടി സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നൊക്കെ അവർ പാടാനുള്ള കാരണം ആ അസ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് ഒരു സ്വർണ്ണക്കൂട്ടിൽ കിടക്കുന്ന പക്ഷി പാടുന്ന ഒരു കവിത നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് സൗകര്യമുണ്ടെങ്കിലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആ സൗകര്യം കൊണ്ട് കാര്യമില്ല എന്നതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്വാതന്ത്ര്യത്തിന് വലിയ വില നൽകിയത്. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കിട്ടുന്നുണ്ടായിരിക്കാം, ധരിക്കാൻ വസ്ത്രം കിട്ടുന്നുണ്ടായിരിക്കാം, പക്ഷേ തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒന്ന് പുറത്തിറങ്ങാൻ, ഇഷ്ടമുള്ളിടത്തേക്കൊന്ന് പോകാൻ അവന് കഴിയാത്ത സാഹചര്യം വന്നാൽ മറ്റെന്ത് കിട്ടിയിട്ടും അവന് സംതൃപ്തനാവില്ല. അതുകൊണ്ട് ഇസ്ലാം വളരെ വ്യക്തമായ സ്വാതന്ത്ര്യം ഇസ്ലാം മനുഷ്യർക്ക് നൽകി. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ, എന്തഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് പ്രവാചകന്റെയും അനുയായികളുടെയും ഒക്കെ കാലഘട്ടത്ത് സ്ത്രീകൾ പോലും അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ച ഒരുപാട് രംഗങ്ങൾ കാണാൻ കഴിയുന്നത്. ഒരു വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുന്ന സമയത്ത് അന്ന് സ്ത്രീകളൊക്കെ കൂടുതൽ മഹർ ചോദിച്ചുകൊണ്ട് പുരുഷന്മാർക്ക് വിവാഹം കഴിക്കുന്നത് പ്രയാസമായി വരുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ആണുങ്ങൾക്ക് സ്ത്രീധനം വാങ്ങിക്കൊണ്ട് പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പ്രയാസപ്പെട്ടിരുന്നതിന്റെ മറു രീതി ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഉടലെടുത്തപ്പോ, മഹർ കൂടിയത് കൊണ്ട് ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മിമ്പറിൽ നിന്ന് തീർച്ചയായിട്ടും മഹർ ചോദിക്കുന്നിടത്ത് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന്. അന്ന് തന്നെ ആ പള്ളിയിൽ നിന്ന് തന്നെ ഒരു സ്ത്രീ ചോദ്യം ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. വിശുദ്ധ ഖുർആൻ മഹറിനെ പറഞ്ഞിടത്ത് പറഞ്ഞത് വലൗ ആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറ, നിങ്ങൾ മഹറായിട്ട് ഒരു കൂമ്പാരം കൊടുത്തിട്ടുണ്ടെങ്കിലും തലാഖ് ചൊല്ലിയാൽ അത് നിങ്ങൾ തിരിച്ചു വാങ്ങരുത് എന്ന് പറയുന്ന ആ വചനം ഉയർത്തിക്കൊണ്ട് ഒരു സ്ത്രീ ചോദിച്ചു, പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് പരിധി നിശ്ചയിക്കാത്ത എത്ര മഹർ ലഭിക്കണം എന്നിടത്ത് പടച്ച തമ്പുരാൻ പരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഉമറെ, താങ്കൾ അതിന് പരിധി നിശ്ചയിക്കാൻ താങ്കൾക്ക് എവിടെ നിന്നാണ് അധികാരം കിട്ടിയത് എന്ന് ചോദിക്കുകയായിരുന്നു സ്ത്രീ. അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചു. ഖുർആന്റെ ഒരു വചനം കേട്ടപ്പോൾ, അത് ഓർമ്മപ്പെടുത്തിയപ്പോൾ തന്റെ തീരുമാനം തെറ്റാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു നീതിമാനായ ഭരണാധികാരിയായി മാറിയത്. ആ പ്രജകൾ ചോദ്യം ചെയ്തിരുന്നു. ഒരിക്കൽ എല്ലാ പ്രജകൾക്കും, എല്ലാ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഓരോ മീറ്റർ വീതം, അല്ലെങ്കിൽ ഒരു ഷർട്ട് അടിക്കാവുന്ന 2 മീറ്റർ തുണി എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പിറ്റേ ആഴ്ച ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറുന്നത് വലിയ കുപ്പായം ഇട്ടിട്ടാണ്. 2 മീറ്ററിന്റെ തുണിയല്ല, 4 മീറ്റർ കൊണ്ട് അടിക്കാൻ പറ്റുന്ന വലിയ കുപ്പായം ഇട്ടിട്ട്. ആളുകൾ ചോദ്യം ചെയ്തു, ഞങ്ങൾക്കൊക്കെ 2 മീറ്റർ തന്നിട്ട് ഉമർ എങ്ങനെ 4 മീറ്റർ കൊണ്ട് കുപ്പായം അടിക്കുന്നത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ആ വേദിയിൽ നിന്ന് മറുപടി പറയാൻ മകനോട് പറയുന്നുണ്ട്, അബ്ദുള്ളയോട്, അബ്ദുള്ള നീയാണ് അതിന് മറുപടി പറയേണ്ടത്. അബ്ദുള്ള പറയുന്നത്, എനിക്കും ഇതുപോലെ 2 മീറ്റർ കിട്ടി, ഞാൻ എന്റെ 2 മീറ്റർ കൂടി ഉപ്പാക്ക് കൊടുത്തത് കൊണ്ടാണ് ഒരു വലിയ കുപ്പായം ഉപ്പാക്ക് അടിക്കാൻ കഴിഞ്ഞത്. അതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യം ചെയ്യലിനെ അംഗീകരിച്ചിരുന്നു. ഇന്നൊരു ഭരണാധികാരിയെ ചോദ്യം ചെയ്താൽ അവന് സസ്പെൻഷനാണ്, അവര് പടിക്ക് പുറത്താണ്. അതാണ് ഇന്നത്തെ നമ്മുടെ രീതി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ രീതിയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജി ആഗ്രഹിച്ചത്. എന്ത് തരത്തിലുള്ള ഒരു ഭരണമാണ് ഇവിടെ വേണ്ടത് എന്ന് അന്ന് ചോദിച്ചവരോട് ഗാന്ധിജി പറഞ്ഞത്, ഉമർ പണ്ട് മദീനയിൽ നടത്തിയ ഒരു ഭരണമുണ്ടല്ലോ, ആ ഭരണമാണ് ഇന്ത്യയിൽ നാം ആഗ്രഹിക്കുന്നത് എന്ന് ഗാന്ധിജി പോലും അന്ന് പറയാനുള്ള കാരണം ഈ ഇസ്ലാമിന്റെ ഈ സ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യേണ്ടിടത്ത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇസ്ലാം നൽകിയതുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ അവരുടേതായ വലിയ പങ്ക് വഹിച്ചത് എന്നത് ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. അത് ബ്രിട്ടീഷുകാരെ മാത്രമല്ല, ഇന്ത്യയിലേക്ക് വിദേശികൾ വന്ന കാലത്തൊക്കെ തന്നെ മുസ്ലിങ്ങൾ അതിനെതിരെ പടപൊരുതാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഏകദേശം 1498 വാസ്കോ ഡി ഗാമ കോഴിക്കോട് കപ്പലിറങ്ങുന്നത്, പോർച്ചുഗീസുകാരൻ. അന്ന് സാമൂതിരിയുടെ കൂടെ നിന്നുകൊണ്ട്
ആ പോർച്ചുഗീസുകാർക്കെതിരെ പടപൊരുതിയത് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന മുസ്ലിം പടയാളിയായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന സമയത്ത് ഏകദേശം 500ഓളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ട്. 500ഓളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇതിൽ പല രാജാക്കന്മാരും ഒന്നുകിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടുകയോ അല്ലെങ്കിൽ അവരോട് സന്ധിയാവുകയോ ചെയ്തപ്പോൾ ധീരനായ ടിപ്പു സുൽത്താനാണ് പടപൊരുതിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയിട്ട് രക്തസാക്ഷിയായത് എന്നുള്ളതാണ് ചരിത്രം. അത് ടിപ്പു സുൽത്താൻ ഒരു വർഗീയവാദി ഒരിക്കലുമായിട്ടില്ല. അദ്ദേഹത്തിന്റെ സൈന്യനായകൻ പൂർണ്ണയ്യ എന്ന് പറയുന്ന ബ്രാഹ്മണനായിരുന്നു. അപ്പൊ അതാണ് മുൻകാല ഈ ഇന്ത്യയിൽ ജീവിച്ച മുസ്ലിം ഭരണാധികാരികളുടെ പോലും ഒരു മാതൃകയായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അവരൊക്കെ ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ വളരെ ശക്തമായി പടപൊരുതുകയും പോരാടുകയും ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ സന്നദ്ധരാവുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു ചരിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് വിശ്വാസത്തിന്റെ കൂടി ഭാഗമായത് കൊണ്ടാണ് രാജ്യസ്നേഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു നാട് വിട്ടു പോകുമ്പോൾ പ്രവാചകന് മക്ക വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് മക്കയുടെ അതിർത്തിയിലെത്തിയപ്പോ തിരിഞ്ഞു നിന്നുകൊണ്ട് മക്കയെ നോക്കി പ്രവാചകൻ പറഞ്ഞൊരു വാചകൻ ചരിത്രത്തിൽ കാണാം. അന്ത അഹബ്ബു ഇലയ്യ, അല്ലയോ മക്കേ, നീയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണ്. നിന്റെ ഈ നാട്ടിലെ ആളുകൾ എന്നെ ഇവിടുന്ന് പുറത്തു പോകാൻ നിർബന്ധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നാട് വിട്ട് മദീനയിലേക്ക് പോകുമായിരുന്നില്ല എന്ന് പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്. കാരണം അത് ഈമാന്റെ ഭാഗമാണ്. ജനിച്ച മണ്ണിനോടുള്ള കൂറും സ്നേഹവും അത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യത കൂടിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ നാം ഓർക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ബ്രിട്ടീഷുകാർ അവർ ഏറ്റവും വലിയ ഒരു ആദ്യ പോരാട്ടം നേരിട്ടത് 1857 ശിപ്പായി ലഹള എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരമായിരുന്നു. അതിന് നേതൃത്വം നൽകിയവർ നല്ലൊരു വിഭാഗം ആളുകൾ മുസ്ലിം സയ്യിദ് ഷഹീദിനെ പോലെയുള്ള മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു എന്നതൊരു ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം സ്വീകരിച്ച ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് പിൽക്കാലത്ത് പിന്നീട് നടത്തിയത് എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ഏറ്റവും അധികം സയ്യിദ് ഷഹീദ് ഷാന്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തെ അത് വഹാബി മൂവ്മെന്റ്, വഹാബി പ്രസ്ഥാനം എന്ന പേരിൽ പറഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാരാണ് സത്യത്തിൽ ആ പേരിട്ടത് എന്നാണ്. അതിനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ പരിഹസിച്ചുകൊണ്ട്. തീർച്ചയായും ഈ ബ്രിട്ടീഷുകാർ തന്നെയാണ് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും എന്നും തമ്മിലടിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് വിഭാഗീയത ഇവിടെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ഇനിയും ഇത് അടങ്ങരുത് എന്ന് കരുതി രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുത്തത് ബ്രിട്ടീഷുകാരുടെ ഒരു കുലുസിതമായ ഒരു ബുദ്ധിയായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഏതായാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മറ്റുള്ളവരോട് ഒപ്പം തോൾ ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ മഹത്തായ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഈ സ്വാതന്ത്ര്യം അത് നിലനിർത്തേണ്ടത് ഇന്ന് അതിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം മാത്രം അയവിറക്കുന്ന നമ്മുടെ ഒരു ബാധ്യത തന്നെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത്. അതുപോലും ഇന്ന് സ്വതന്ത്രമായി നിർവഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിൻ്റെ പോലും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാണ് ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഈ സമയത്ത് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നിലനിർത്താനുള്ള ഒരാത്മാർത്ഥമായ നമ്മെ കൊണ്ട് കഴിയുന്ന ശ്രമവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
മക്കയിൽ മകനെയും ഭാര്യയും ഒക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി നടത്തുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ നീ ഒരു സുരക്ഷിത നാടാക്കി തീർക്കണമേ എന്ന, ഒരു നിർഭയത്വമുള്ള നാടാക്കി തീർക്കണമേ. നമുക്കും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ നാടിനെ നീ ഒരു നിർഭയത്വമുള്ള, ഒരു സുരക്ഷിതത്വമുള്ള നാടാക്കി നീ നിലനിർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക. വിശുദ്ധ ഖുർആൻ ഒരു ഗ്രാമത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദറബല്ലാഹു മസലൻ ഖറിയത്തൻ ആമിനത്തൻ മുത്മഇന്നൻ, ശാന്തമായി സ്വസ്ഥ ജീവിതം നയിച്ചിരുന്ന ഒരു ഗ്രാമം. വളരെ സുഭിക്ഷമായ ഭക്ഷണം അവർക്ക് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടിയിരുന്നു. അങ്ങനെയൊക്കെ ആയ ആ നല്ല ആളുകൾ, ആ ഗ്രാമത്തിലെ ആളുകൾ എന്ത് ചെയ്തു? പടച്ചവൻ അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെയൊക്കെ നന്ദികേടുകൂടി സമീപിച്ചു. അഥവാ പടച്ചവന് നന്ദി കാണിക്കാത്ത ആളുകളായി മാറിയപ്പോൾ അള്ളാഹ് അവരെ അനുഭവിപ്പിച്ചു ലിബാസൽ ജൂഇ വൽ ഖൗഫി, ഭയത്തിന്റെയും വിശപ്പിന്റെയും വസ്ത്രം, ബിമാ കാനൂ യസ്നഊൻ, അത് അവരുടെ പണി കാരണം അവർക്ക് കിട്ടിയ കാര്യമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമുക്ക് അള്ളാഹു തന്ന ഈ ഒരു സ്വാതന്ത്ര്യം, ഈ ഇതേപോലെ പള്ളിയിൽ നിന്ന് സ്വതന്ത്രമായി പ്രസംഗിക്കാനൊക്കെയുള്ള ഈ ഒരു സ്വാതന്ത്ര്യം, അത് വലുതാണ്. പല അറബ് നാടുകളിൽ പോലും ഇല്ലാത്തതാണ്. ആ സ്വാതന്ത്ര്യത്തെ നാം അതിന്റെ മഹത്വത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരോട് നല്ല ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മാന്യമായ രീതിയിലും അക്രമരഹിതമായ രീതിയിലും മുന്നോട്ട് പോകാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. മാതൃകായോഗ്യമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് കൂടി നാം ഓർക്കുക. അള്ളാഹു വളരെ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ജീവിക്കാവുന്ന ഒരു ചുറ്റുപാടും സമാധാനവും സൗകര്യവും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ രാജ്യത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ, രോഗികളായ ഞങ്ങളിലെ എല്ലാവരുടെയും എല്ലാത്തരം രോഗങ്ങളും നീ മാറ്റിത്തരണമേ റബ്ബേ. അള്ളാഹുവെ, കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ ഏവരെയും നീ കാക്കണമേ നാഥ. അള്ളാഹുവെ, വിവിധ പ്രദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ ആശ്വാസമേകണമേ റബ്ബേ. അല്ലാഹുമ്മ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار وأدخلنا الجنة يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.